ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഇത് എന്റെ മക്കള് കുറച്ച് ഹരണം പഠിച്ചാലോ? ഹരണം അല്ലെങ്കിൽ നമ്മള് ഡിവിഷൻ എന്നൊക്കെ പറയൂലേ. ദേ നോക്കിക്കേ, ഇപ്പൊ മിസ്സിന്റെ കൂടെ 3 പേര് കൂടെ ഉണ്ട്. ആരാ ഈ 3 പേര്? ആ 3 പേർക്ക് മിസ് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ പേര് സഞ്ജു, രണ്ടാമത്തത് മഞ്ജു, അടുത്ത ആള് കുഞ്ചു. അപ്പൊ 3 പേരും എന്റെ മക്കൾക്ക് പരിചയമുള്ള പേരായിരിക്കും. പക്ഷെ ഇവർക്ക് 3 പേർക്കും കുറച്ച് സ്വീറ്റ്സ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരിത് നേരെ ദൂരെയുള്ള നമ്മളെ ദാമുചേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് മിഠായി വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ദാമുചേട്ടന്റെ കടയില് ആദ്യം ഒരു കുഞ്ഞു പെട്ടി കാണുന്നില്ലേ? ആ കുഞ്ഞു പെട്ടിയില് 12 മുട്ടായികളുണ്ട്. അപ്പൊ 12 സ്വീറ്റ്സും ഈ 3 പേർക്കും തുല്യമായി തന്നെ കൊടുക്കണം എനിക്ക്. ഓക്കെ, അപ്പൊ ഇതാ ആ ഒരു പെട്ടിയിലുള്ള 12 സ്വീറ്റ്സ് ഈ 3 പേർക്ക് തുല്യമായിട്ട് എങ്ങനെയായിരിക്കും കൊടുക്കുക? ആദ്യം നമുക്ക് ഈ 12 എണ്ണത്തിൽ ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഇതാ ഈ 12ല് സഞ്ജുവിനും കുഞ്ചുവിനും മഞ്ജുവിനും നമ്മൾ ഓരോ മിഠായി വീതം കൊടുത്തു. അതുപോലെ ഓരോന്ന് ഓരോരുത്തർക്കും ആ 3 പേർക്കും നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നായിട്ട് കൊടുത്തു നോക്കുമ്പോ ആകെ അവിടെ ഒരാൾക്ക് എത്ര മിഠായി കിട്ടിയിട്ടുണ്ടാ? ഒരാളുടെ കയ്യിൽ ഇപ്പം 4 മിഠായി കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോക്കിക്കാൻ നമ്മള് 3 പേരെ നോക്കുമ്പോ 3 പേര് കയ്യിലും തുല്യമായിട്ട് 4 മിഠായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആ 12നെ ഈ 3 പേർക്കായിട്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തു ഇല്ലേ? അപ്പൊ 12നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബോർഡിലേക്ക് നോക്കിയാല് 12 ഹരിക്കണം 3 ചെയ്താൽ മതി. ഈ ഹരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ചിഹ്നം യൂസ് ചെയ്യാറുണ്ട്? ആദ്യം നമ്മളെ കാണുന്ന ഹരണം എന്നുള്ള ചിഹ്നം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ 12 നമ്മളൊരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ബാർ യൂസ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലുള്ള നമുക്ക് ഡിവിഷന്റെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി എന്റെ മക്കൾക്ക് എന്താണ് ഉത്തരം കിട്ടിയത്? 12നെ 3 കൊണ്ട് ഹരിച്ചപ്പം ഈക്വൽ ടു 4 എന്ന് കിട്ടി, 4 എന്ന് കിട്ടി ഇല്ലേടാ? അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്റെ മക്കള് എന്ത് നോക്കിയാ മതി? ഇവിടെ 3ന്റെയും അതേപോലെ 4ന്റെയും ഗുണന പട്ടിക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയെങ്കിൽ നമുക്ക് ഇവിടെ ഡിവിഷനും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാരണം എന്താ? ഇവിടെ 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക അല്ലേടാ? അല്ലെങ്കിൽ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അപ്പൊ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്റെ മക്കൾക്ക് അറിയുമെങ്കിൽ ഇവിടെ ഡിവിഷനും വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ അത്രയ്ക്ക് സിമ്പിൾ ആണെങ്കിൽ വേഗം നമ്മളെ ബോർഡിലുള്ള ഈ ഒരു ചോദ്യം 18 ഡിവൈഡഡ് ബൈ 6 എത്രയായിരിക്കും വരിക എന്നുള്ളത് എന്റെ മക്കളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓടി വന്നിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഉത്തരമൊക്കെ നോട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.